വ്യാസന് ഉണ്ടായിരുന്ന സദാചാര ബോധം ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിന് അല്ലെങ്കിൽ സമൂഹത്തിലെ സാധാരണക്കാരനുണ്ടാവില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയും. സദാചാരം ഒരു മൂല്യമാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സാധാരണക്കാരനിൽ ആ മൂല്യബോധം ഉണ്ടാവുന്നില്ല? വ്യാസനുണ്ടായിരുന്ന ഒരു മൂല്യബോധം ഈ വ്യക്തികൾക്കനുസരിച്ച് ഈ മൂല്യബോധത്തിൽ അല്ലെങ്കിൽ മൂല്യത്തിൽ എന്തുകൊണ്ട് ഈ വ്യത്യാസം സംഭവിക്കും? കാമത്തെ നിയന്ത്രിക്കാത്തതുകൊണ്ട്. അതാണ് അതിൻ്റെ മുഖ്യമായ കാരണം. പിന്നെ ഉപകാരണങ്ങളായിട്ട് പലതും വരും. വ്യാസൻ ചിലയിടത്ത് കാമത്തെ നിയന്ത്രിച്ചില്ല എന്ന് നമുക്ക് തോന്നും. അതായത് ചില നിയോഗങ്ങളുണ്ട്, ആ നിയോഗങ്ങൾ വരുമ്പോൾ കാമത്തെ അഴിച്ചുവിട്ട് കളയും. വ്യാസൻ തന്നെയാണെങ്കിൽ അവിടെ നിയന്ത്രിക്കില്ല. അത് ആവശ്യമായതുകൊണ്ടാണ്. ഇപ്പോൾ പരാശരൻ കാമത്തെ അഴിച്ചുവിട്ട സന്ദർഭമുണ്ട്. കാമത്തെ അഴിച്ചുവിട്ടത് കൊണ്ടാണ് വ്യാസൻ ജനിച്ചത് ആ സമയത്ത്. അല്ല അദ്ദേഹത്തിന് കാമത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആളായതുകൊണ്ടല്ല. അപ്പോൾ കാമത്തെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് സദാചാരത്തെ സംബന്ധിച്ച് ഈ വ്യത്യാസം വരുന്നത്. കാമം ഒരു പുരുഷാർത്ഥമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൊരു സംസ്കാരവും സംസ്കൃതിയും അല്ലേ നമ്മൾ? അതെ, അങ്ങനെയല്ല ആൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ കാമത്തിൽ നിന്നാണ് വലിയ ഭാവനകൾ ഉത്ഭവിക്കുന്നത്. എല്ലാ സർഗാത്മകതയുടെയും അടിസ്ഥാനം കാമമാണ്. പക്ഷേ ഈ കാമത്തെ നിയന്ത്രിക്കാത്തതുകൊണ്ട്, കാമത്തെ നിയന്ത്രിക്കുമ്പോഴാണ് കാമത്തിൻ്റെ ശാസ്ത്രീയമായ വിനിയോഗമാകുന്നത്. ഇപ്പോൾ കാമത്തെ ശാസ്ത്രീയമായി വിനിയോഗിക്കാതെ അശാസ്ത്രീയമായി വിനിയോഗിക്കുന്ന ആളുകളാണ് സാധാരണക്കാർ. അതുകൊണ്ടാണ് സാധാരണക്കാരൻ്റെ സദാചാരവും ഉന്നതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സദാചാരവും തമ്മിൽ, സദാചാരബോധവും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നത്. ഇപ്പോൾ ചില സദാചാര ലംഘനങ്ങൾ ഉന്നതന്മാരായ ആളുകൾ നടത്തിയെന്ന് നമുക്ക് തോന്നും. അത് നമ്മുടെ സങ്കുചിതമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് നാം അവരുടെ ആ പ്രവൃത്തിയെ അപഗ്രഥിക്കുമ്പോഴാണ് അത് സദാചാര ലംഘനമായി എന്ന് തോന്നുന്നത്. സദാചാരത്തിൻ്റെ ഉന്നതമായ സങ്കല്പത്തിൽ അവർ സദാചാരം ലംഘിച്ചിട്ടുണ്ടാവുകയില്ല, സദാചാരം ലംഘിക്കുകയില്ല. ഇപ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ച് അങ്ങനെ ചില ആരോപണങ്ങൾ നമുക്ക് പറയാം. അദ്ദേഹം പെൺകുട്ടികളുമായി സഹവസിച്ചിട്ട് തനിക്ക് ലൈംഗികമായ വികാരങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവരോടുകൂടി ശയിച്ചു നോക്കുകയുണ്ടായി. സാധാരണഗതിയിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ അദ്ദേഹം അത് ചെയ്തു. അപ്പോൾ അത് അസാധാരണമായ ഒരു സദാചാര അനുഷ്ഠാനത്തിൻ്റെ സത്യാത്മകമായ പരീക്ഷണവും നിരീക്ഷണവുമാണ്. നമുക്ക് സാധാരണക്കാർക്ക് വേണമെങ്കിൽ അതിനെ അപലപിച്ച് തള്ളാം. പക്ഷെ അങ്ങനെ അപലപിച്ച് തള്ളുന്നത് നാം ശ്രദ്ധിക്കണം. കാരണം ജനങ്ങളുടെ മുഴുവനും ശ്രദ്ധയെ ഒരു ഉദ്ദേശിച്ച പ്രത്യേക കാര്യത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു മഹാ അത്ഭുതം നമ്മുടെ വർത്തമാനകാലത്ത് സൃഷ്ടിച്ചയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയെ നാം കേവലമായി തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോൾ വ്യാസൻ്റെ സദാചാര ബോധം ഇപ്പോൾ ഡോക്ടറുടേത് പോലെയാണ്. ഇപ്പോൾ ശസ്ത്രക്രിയ ചെയ്യാൻ മേശപ്പുറത്ത് കൊണ്ടുപോയി കിടത്തുന്ന ആളിൻ്റെ നഗ്ന ശരീരം ഡോക്ടർക്ക് ഒരു പ്രശ്നമല്ല. അത് സ്ത്രീ ആയാലും കൊള്ളാം, പുരുഷനായാലും കൊള്ളാം. അപ്പോൾ ആ നഗ്ന ശരീരമല്ല കാണുന്നത്. അയാളുടെ രോഗം ഭേദപ്പെടുത്തുന്നതിന് ഓപ്പറേറ്റ് ചെയ്ത് ആ ശരീരത്തിൽ നീക്കം ചെയ്യേണ്ടുന്ന മാംസഖണ്ഡത്തിലാണ് ഡോക്ടറുടെ സർവ്വശ്രദ്ധയും. ഇതൊരു സാധാരണ ആൾക്ക് സാധിക്കില്ല. സാധാരണ ആളിന് അത് നഗ്ന ശരീരമായിരിക്കും. ഓപ്പറേഷൻ എടുത്തിരിക്കുന്ന ആളായാൽ തന്നെയും ഒരു സാധാരണ വ്യക്തിക്ക്, വൈദ്യശാസ്ത്രം, ശസ്ത്രക്രിയ അറിഞ്ഞുകൂടാത്ത വ്യക്തിക്ക് അത് സാധാരണ ശരീരമായിരിക്കും. ഇതുപോലെയാണ് വ്യാസൻ പ്രപഞ്ചത്തെ കാണുന്നത്, മനുഷ്യ ജീവിതത്തെ കാണുന്നത്, വ്യക്തികളെ കാണുന്നത്.